പ്ലാസ്റ്റിക് കൂട്ടി കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് ഒക്കെ വിജയനെ കൊണ്ട് ഇവിടുന്ന് വാരി ചാക്കിൽ നിറച്ചിട്ട് പുറത്തേക്ക് കൊണ്ട് പറഞ്ഞത്. വിജയൻ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നതല്ല, വിജയ സ്ഥാനാർത്ഥിയെ തേടി വന്നതാണ്. സ്ഥാനാർത്ഥി തേടി വന്നിട്ട് ഇപ്പൊ സ്ഥാനാർത്ഥി പ്ലാസ്റ്റിക് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ എടുക്കുക, പ്ലാസ്റ്റിക് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എടുക്കുക. എന്നൊരു കാര്യം, തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ദാസനും വിജയനും നമ്മള് ഒരുപാട് സ്ഥാനാർത്ഥികളൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ എല്ലാം നമ്മള് പരിചയപ്പെടുന്ന എപ്പോഴാ നമ്മുടെ പ്രചരണത്തിന് പോകുന്ന സമയത്തൊക്കെ അല്ലേ. പക്ഷേ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ട് നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ നിന്ന് ജനവിധി ഇടുന്നു. പേരൊന്നും പറയുന്നില്ല. നമുക്ക് ആദ്യം സ്ഥാനാർത്ഥീനെ ഒന്ന് കണ്ടു നോക്കാം. ദൃശ്യങ്ങളിലൂടെ എന്താ പൊടിയൊക്കെ തുടച്ചിട്ട് വെക്ക്, എന്നാലേ വൃത്തിക്ക് കാണാൻ പറ്റുള്ളൂ. ഇതില് പൊടിയില്ലല്ലോ. കൊണ്ട ഞാൻ ഇതൊക്കെ തുടക്കി ഇത് വെള്ളപ്പൊഴൊക്കെ തുടച്ചു കഴിഞ്ഞാലേ കണ്ണൊക്കെ വൃത്തി കാണാൻ പറ്റുള്ളൂ. അതിപ്പോ കൂടുതൽ പൊടിയായല്ലോ. ഇനിയിപ്പോ നമുക്ക് കാണാം. ഇപ്പൊ കാണുന്നുണ്ടോ? ഡോളമേ ഒരു ഇതായിട്ട് കാണുന്നുണ്ട്. നോക്കെ നമുക്ക് ആദ്യം സ്ഥാനാർത്ഥിനെ കാണാം. അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഓട്ടൊക്കെ പിടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന നമ്മുടെ പ്രസന്നേച്ചി ഇപ്പോൾ ശുചീകരണ പ്രവൃത്തി, ഹരിതകർമ്മസേനയുടെ ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രചരണ തെരഞ്ഞെടുപ്പിലും ആ ജോലി നല്ല വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഉളിക്കൽ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ പ്രസന്നേച്ചി, ആദ്യം തന്നെ ദാസന്റെ വിജയന്റെ വലിയൊരു നമസ്കാരം. നമസ്കാരം. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒക്കെ നല്ല ചൂട് പിടിച്ച് വരികയാണ്. അപ്പോൾ ഇനി അത്രയേ ദിവസങ്ങളുള്ളൂ. അപ്പോൾ ഈ എല്ലാ സ്ഥാനാർത്ഥികളും വീടുകൾ കയറി വോട്ടൊക്കെ അഭ്യർത്ഥിച്ച് നടക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോഴും ഹരിതകർമ്മസേനയുടെ അംഗമായി പ്രസിഡന്റായി ഒക്കെ ഇതൊക്കെ വൃത്തിയായിക്കൊണ്ട് നടക്കുകയാണ്. എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ആയിട്ട് പോലും ഒരു ഇതിന്റെ പുറകെ തന്നെ നടക്കുന്നതോ? ഇതെന്റെ ജോലിയുടെ ഭാഗമാണിത്. കാരണം ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ളത് ഈ ഒരു ജോലി കൊണ്ട് തന്നെയാണ്. അപ്പോൾ 6 വർഷമായി ഞാൻ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ വീട്ടുകാരും എന്താ പറയുക, എന്നെ അവരുടെ വീട്ടിലൊരു കുടുംബാംഗത്തെ പോലെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം താമസം ഇപ്പം ഞാനിപ്പോൾ വോട്ടിൻ്റെ ഇതിന് വർക്കിന് വേണ്ടി പോയപ്പോൾ താമസത്തിന് വിളിച്ച്, കാരണം 1-ാം തീയതി ചെല്ലുന്ന വീടുണ്ട്, 2-ാം തീയതി വീണ്ടും അവർ വിളിച്ച് എൻ്റെ ചേച്ചി കാണാത്ത ചേച്ചി. ഞാൻ പറഞ്ഞു, മക്കളെ അറിയത്തില്ലേ, ഞാനിങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കും കേട്ടോ, അപ്പോൾ പ്രാർത്ഥനകൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇന്ന് എനിക്ക് ഒരു ദിവസം ഒരു ഇളവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വീട് കയറി തീർക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ കൂടെയുള്ള സഹോദരിക്ക് പനിയായിട്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കാണെങ്കിലും വേണ്ടില്ല, 10 വീട് കയറി തീർത്തിട്ടുണ്ടെങ്കിൽ അത്രയായല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ സന്തോഷത്തോടു കൂടി ഇറങ്ങി. എനിക്കിത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് എൻ്റെ ജോലി. അടിപൊളിയല്ല വിജയ? ഗംഭീരം. നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം തിരക്ക് പിടിച്ച് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ ഓടുമ്പോൾ പ്രസന്നേജി മാത്രം സ്വന്തം ജോലി വിടാതെ അതിലൂടെ തന്നെ ക്യാൻവാസിങ് വോട്ട് തേടുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്, വ്യത്യസ്തമായ. അതിന് ആദ്യം തന്നെ ദാസന്റെ ഒരു ഷെയ്ക്ക് ഹാൻഡ്, വിജയന്റെ ഒരു വലിയ ഷെയ്ക്ക് ഹാൻഡ്. ഓക്കെ. അപ്പോ വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത് അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പ്രചരണ വോട്ടർമാരൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ? എല്ലാവരും നല്ല സ്വീകരണമാണ്. പിന്നെ അപ്പം ശരിക്കും പറഞ്ഞാൽ നിൽക്കാൻ പോയി വാർഡിന്റെ കുറച്ച് ഭാഗം 14-ാം വാർഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടുകാർ ഞാനിപ്പം വരുമ്പം പറയണം, ആ ഭാഗത്ത് പിന്നെ നിൽക്കുന്നത് അവർ പറയുന്നത് എൻ്റെ ചേച്ചി വോട്ട് തരാൻ പറ്റാത്ത ഞങ്ങൾക്ക് സങ്കടം ഉണ്ടെന്ന് അവരിപ്പോൾ മുഖത്ത് നോക്കിയപ്പോൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി 1-ാമതായിട്ട് വരും, ഞങ്ങൾക്കെല്ലാം അറിയാം, ചേച്ചിക്ക് അത്രയ്ക്കും ഞങ്ങൾ എല്ലാവർക്കും ചേച്ചി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടവും സന്തോഷവും ഒക്കെ വന്നു. അടിപൊളി. അപ്പോൾ പ്രസന്നജി, എന്തോ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് മത്സരത്തെ രംഗത്തോട്ട് വരികയാണ്. അപ്പോൾ ആദ്യമായിട്ടാണോ ഈ ഇങ്ങനെ ഒരു പൊതുപ്രവർത്തന മത്സര രംഗത്തേക്ക് വരുന്നത്? ഞാൻ ഇതിന് മുൻപ് ഒരു തവണ നിന്നിട്ടുണ്ട്, 289 വോട്ട് വാങ്ങി. ജയം പരാജയം ഒന്നുമല്ല, ആദ്യമായിട്ട് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിന്നത്. എൻ്റെ ഭർത്താവും ഞാനും മാത്രമാണ് വോട്ട് പിടിക്കാൻ വേണ്ടി പോയത്. പിന്നെ കുറച്ച് പേര് അന്നേരോട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വരണ്ട കേട്ടോ,
അഥവാ ഞാൻ ജയിക്കണമെന്നൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ ജയിച്ച് വരുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവണ്ട, നിങ്ങൾക്കൊരു വിഷമാവണ്ടെന്നും പറഞ്ഞ് അവരോട് ഞാൻ പിന്നെ അവരെ മാറ്റി നിർത്തി. ഞാനും എൻ്റെ ഭർത്താവും തന്നെ വീട് കയറി അന്ന് കിട്ടിയ ഈ സ്ഥാനാർത്ഥിത്വം അതിനെങ്ങനെ കാണുന്നു? അതിൻ്റെ ഉള്ള ഒരു സന്തോഷമാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ സാധനം കിട്ടി ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അത്രയും താഴെ തട്ടിലാണ് ഞാനുള്ളത്. താഴെ തട്ടെന്ന് പറഞ്ഞാൽ അത്രയും താഴെ തട്ടിലാണ് എൻ്റെ ജീവിതം. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ ഞാനിത് എൻ്റെ പേര് ഒരു അന്ന് നമ്മൾക്കൊരു മീറ്റിംഗ് ഒരു സമയത്ത് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു, എനിക്ക് സപ്പോർട്ട് കിട്ടി. എന്നിട്ടും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മഹത്വം ഞാൻ ശരിക്കും മനസ്സിലാക്കി. കാരണം താഴെത്തട്ടിലെന്നോ അവർക്ക് ജാതി മതഭേദം അങ്ങനത്തെ ഒന്നുമില്ല. ആരാണോ വേണ്ടത് എന്ന് തീരുമാനിച്ച് നിർത്തിയവരാണ് അവരെ നിർത്തിയിട്ടുള്ളത്. കാരണം അവർ മൊത്തത്തിലൊരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കുമല്ലോ എന്നെ നിർത്തിയിട്ടുള്ളത്. ഞാൻ ഒരാളെ വിചാരിച്ചോലോ മറ്റുള്ളവരെ സാഹചര്യത്തില്ലല്ലോ. അപ്പം നേതൃത്വം തീരുമാനിച്ചിട്ട് എനിക്കിങ്ങനെ സ്ഥാനം തന്നെന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയും കോൺഗ്രസിൻ്റെ ആ മഹനീയ മഹത്വം തന്നെയാണ് അതിൻ്റെ നേതാക്കന്മാരടക്കം എന്നെ അങ്ങനെ അംഗീകരിച്ചത്. അതിലെനിക്ക് തീർത്താത്തേറെ സന്തോഷമുണ്ട്. ഇനി ജയിക്കുക കൂടി വരികയാണ് എൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. അതിന് ഞാൻ കഠിനമായി പ്രവർത്തിക്കുന്നുമുണ്ട്. അതുപോലെ ആൾക്കാരും ഉണ്ട്. അടിപൊളി. വളരെ ഇൻസ്പിറേഷൻ തരുന്ന വാക്കുകളാണ് ചേച്ചിയുടെ ഭാഗത്തു നിന്നുള്ളത്. അതായത് നമ്മുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള നേതൃത്വം കൊടുക്കുന്ന ചെറിയ അംഗീകാരത്തെ പോലും വളരെ ജീവിതത്തിലെ ഒരു മനോഹര നിമിഷമായിട്ടാണ് ചേച്ചി കാണുന്നത്. അപ്പോൾ ദാസ, ചേച്ചിയോടുള്ള അടുത്ത ചോദ്യം. അപ്പോൾ ചേച്ചി അടിപൊളി ഗംഭീരമായിട്ട് ഈ താഴെത്തട്ട് അടിത്തട്ട് എന്നൊക്കെ പറയുന്നില്ലേ, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. സാധാരണ ഇപ്പൊ അങ്ങനെ വിജയ അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ദാസന് വിജയൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അല്ല, നിലവിൽ നമുക്കറിയാം നമ്മുടെ പശ്ചാത്തലം, എൻ്റെ കുടുംബ പശ്ചാത്തലം വെച്ച് നോക്കിയാലും ഇപ്പൊ അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കാൻ അവിടെ ചാൻസ് ഉള്ളവരൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ എന്നെക്കാളും കഴിവുള്ളവരുണ്ട്, വിദ്യാഭ്യാസം എല്ലാം കൊണ്ട് കഴിവുള്ളവരുണ്ട്. എന്നിട്ട് പോലും കൂടെ എന്നെ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ആ നേതൃത്വം? ഞാനിങ്ങനെ അതാണ് അവിടെയാണ് ദാസനും വിജയനും ഒരു ചോദ്യം ചോദിക്കുന്നത്. പ്രസന്നേച്ചി ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഏതൊക്കെ നേതൃ സംഘടനകളിലൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് പറയാം. ഞാനൊരു കുടുംബശ്രീ സെക്രട്ടറി ആയിട്ടാണ് ആദ്യമായിട്ട് സ്ഥാനം വെക്കുന്നത്. അത് മാറി വന്ന് കുടുംബശ്രീ പ്രസിഡന്റായിട്ട് നിന്നിട്ടുണ്ട്. ADSന്റെ സെക്രട്ടറി ആയിട്ട് 6 വർഷക്കാലം നിന്നിട്ടുണ്ട്. CDS മെമ്പറായിട്ട് 4 വർഷക്കാലം നിന്നിട്ടുണ്ട്. പിന്നെ തൊഴിലുറപ്പിൻ്റെ മേറ്റായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. അതോടൊപ്പം പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ ഇതിൻ്റെ ഹരിതകർമ്മസേനയുടെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ 6 വർഷമായി നിൽക്കുന്നുണ്ട്. അതുകൂടാതെ മക്കളയുടെ ഉളിക്കൽ മണ്ഡലം മക്കളയുടെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ 4 വർഷമായി വർക്ക് ചെയ്യുന്നു. പിന്നെ എനിക്ക് പറയാൻ പറ്റും, തൊഴിലുറപ്പിലായിട്ട് നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പാവപ്പെട്ട ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അറിയോന്നറിയില്ല, നമ്മുടെ നരിക്കുഴി ഡീല ചേച്ചി. ഇതിനിടയ്ക്കാണ് മരിച്ചു പോയത്. പുള്ളിക്കാർക്ക് ഒരു വീടില്ലായിരുന്നു. പുള്ളിക്കാരൻ ചേട്ടൻ ഒരു വീടില്ലാത്തടത്ത് കിടന്നാണ് പാവം അത് മരിച്ചത്. പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ കെട്ടി അതാണ് മരിച്ചത്. അപ്പം പഞ്ചായത്തിന് ഒരു വീട് പാസ്സായിരുന്നു പാവത്തിന്. നോക്കുമ്പം ചെയ്തു കൊടുക്കാൻ വേണ്ടി ആരുമില്ല പുള്ളിക്കാരിക്ക്. അപ്പോൾ അന്ന് നമ്മുടെ ബെന്നി തോമസ് ആണ് പ്രസിഡന്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് രാവിലെ ചെല്ലുമ്പം പാവം ചേച്ചി ഉണ്ടാവും അവിടെ, എനിക്ക് എൻ്റെ വീട് എന്നും പറഞ്ഞ് ചെറുതായിട്ട് മാനസികമായിട്ട് പ്രശ്നമുള്ള ചേച്ചി ആയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പ്രസിഡന്റിനോട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രസിഡന്റ് ഇങ്ങനെ ഒരു അവസ്ഥയുള്ള എന്നാ നമ്മൾ ചെയ്യുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രസിഡന്റ് ഞാനൊന്ന് നോക്കാം, അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ തൊഴിലുറപ്പ് മാറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം തൊഴിലുറപ്പ് അവർ തൊഴിലാളികൾ എല്ലാവരോടും ഞാൻ ചോദിച്ചു, എൻ്റെ മക്കളെ ഇങ്ങനെയുണ്ട്, എന്നാടാ നമ്മൾ ചെയ്യുക. അപ്പം തൊട്ടടുത്ത് സാധനം എല്ലാവർക്കും കുറച്ച് ദൂരോട് ചുമന്നുകൊണ്ട് പോകണം, കല്ലും മണ്ണും എല്ലാ സാധനം ചുമന്നുകൊണ്ട് പോകണം, കല്ലും പിന്നെ പൊടിയെല്ലാം ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ ഞാൻ ചോദിച്ചു, പറഞ്ഞു ചേച്ചി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പറയേണ്ട കാര്യം എൻ്റെ കൂടെ നിന്ന് അവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്ന് ആ ചേച്ചിക്ക് നല്ലൊരു വീടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. ആ ചേച്ചി നല്ലൊരു വീട്ടിൽ തന്നെയാണ് കിടന്ന് നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതെൻ്റെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും മറക്കാനാകാത്ത. പിന്നെ അതുപോലെ നമ്മുടെ അടുത്തൊരു ചേട്ടനുണ്ടായിരുന്നൊരു പിന്നെ പൂണൂലിലൊരു പാവ മനുഷ്യൻ. അത് പറഞ്ഞാൽ ചെറിയൊരു പാവം ആരുമില്ല, ഒറ്റയ്ക്ക് അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അറിയാലോ ബാത്റൂമൊന്നും അതങ്ങ് സെറ്റില്ല. അപ്പോൾ ഒരു കുഴി കുഴിച്ചിട്ട് അവിടെ ആയിരുന്നാണ് പോയിക്കൊണ്ടത്. അപ്പം ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും ഗ്രാമസഭയിൽ പറഞ്ഞിങ്ങനെ അവസ്ഥ പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ ഞാനെന്ത് പറഞ്ഞു, അപ്പം അന്നേരവും ഈ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പാസ്സായി കിട്ടും, പിന്നെ ബാത്റൂമിന് പാസ്സായി കിട്ടും. അങ്ങനെ കാക്കൂസ് കണ്ട് പാസ്സായ സമയത്ത് അന്നും ബെന്നി തോമസ് പറഞ്ഞു, എൻ്റെ പ്രസിഡന്റ് ഇതെന്നാ ചെയ്യുന്നത് നമുക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പ്രസിഡന്റ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാണ്ട് കമല്ല, അന്ന് ചെറിയൊരു പൈസ ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും പൈസ ചെറിയൊരു പൈസ പിരിച്ചെടുത്ത് സാമ്പത്തികമായിട്ട് എടുത്തു. പറഞ്ഞു ഇതുകൊണ്ട് തികയല്ല, കല്ലൊക്കെ ഇറക്കണ്ടേ. അന്നേരം ആ സമയത്ത് ആലപ്പാട്ട് ജോസേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടൻ ഞങ്ങൾക്ക് വന്ന് പണി ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അതിൻ്റെ പണി എടുത്ത് തന്നു. ഇന്നും ആ ബാത്റൂം അവിടെയുണ്ട്. ആ ചേട്ടന് മരിച്ചു പോയി കേട്ടോ. എന്നാലും ഉപകരിക്കാം, അത്രയൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ നിന്ന് വന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. വീണ്ടും എന്തോ അപ്പം പ്രസന്നേച്ചി മുമ്പ് പറഞ്ഞ ഒരു വാക്ക് പിൻവലിക്കേണ്ടതുണ്ട്. കാരണം പിൻവലിച്ചേ ഒക്കത്തുള്ളൂ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞത് ചെറിയ കാര്യങ്ങളൊന്നും അല്ല. അതല്ല, അത് നമുക്ക് ചേച്ചിയെ അംഗീകരിച്ച് ചേച്ചിക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥി നൽകിയിട്ടുണ്ടെങ്കിൽ പാർട്ടി അത്രമേൽ ചേച്ചിയുടെ പ്രവർത്തനങ്ങളെ വിശ്വാസം അർപ്പിച്ച് നിരീക്ഷിച്ചതിന് ശേഷമാണ് വന്നത്. അപ്പം താഴെത്തട്ടിലുള്ള അവിടെ ഉദിക്കുന്നേ ഇല്ല. ചേച്ചിയുടെ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരം മാത്രമാണ് അതിനെ വിജയിപ്പിച്ച് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് മാത്രമേ ചേച്ചിയുടെ
ഉത്തരവാദിത്തമുള്ളൂ. ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, ഇനിയിപ്പം വിജയ ജയിച്ചു വന്നാല് നമ്മുടെ ഈ വാർഡിന് 15ാം വാർഡിന് ഇനി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ്? ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി അതിന്റെ തുടർച്ച എന്നോണം എന്താണ് പ്രസന്നേച്ചിയുടെ മനസ്സിലുള്ള ഒരു പ്ലാൻ? എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നെരിക്കമ്പ വാർഡിലെ ഓരോ വീട്ടുകാരെ എനിക്കറിയാം. അപ്പം ഓരോ പരിസര പ്രദേശങ്ങളും വഴികളെ പറ്റിയൊക്കെ ഏകദേശം മുഴുവൻ അല്ല കേട്ടോ, ചെറിയ ധാരണ എനിക്കുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരെയും കണ്ടറിഞ്ഞ് ആർക്കാണ് ആദ്യം, എന്താണ് ആദ്യം, അത് അന്വേഷിച്ചറിഞ്ഞ് എന്തായാലും ഞാൻ എൻ്റെ പണി വിട്ടുകളെ എനിക്ക് താല്പര്യമില്ല. അപ്പം വീണ്ടും ഒന്നും കൂടി എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീട്ടിൽ കൂടി വീണ്ടും മാസം പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ഒന്നും കൂടി അവരോട് അടുക്കാം എന്നാണ് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. കാരണം അവർ ഇട്ടുതല്ലി പോകാനല്ല. അപ്പം അത് ഞാൻ ചിന്തിക്കുന്ന ആ സമയത്ത് എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുക, ഞാൻ ഒരു മെമ്പറായിക്കാൻ ചെയ്യാൻ പറ്റുന്ന എന്താണോ പാവങ്ങൾക്ക് വേണ്ടി, അതാ പാവങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ താഴെ തട്ടിൽ ഞാൻ അത് തന്നെ പറയാം. ഒത്തിരി പേർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എനിക്കറിയാം എന്നാ പറ്റുന്നത് പോലെ എന്താണോ എനിക്ക് നേടിയെടുത്ത് കൊടുക്കാൻ പറ്റുക അതെല്ലാം അവരുമായിട്ട് കൂടി നിന്ന് പിന്നെ അവരോട് ഞാൻ ചോദിച്ച് തെറ്റ് കണ്ടാൽ എന്നോട് അത് എന്താ ചെയ്യുന്ന ശരിയായിരിക്കണമെന്നില്ല. അപ്പോൾ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് എന്നോട് പറയാനും കൂടി അവരെ ഇങ്ങോട്ട് പറയണമെന്നാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതല്ല ശരിയാക്കൊള്ളൊന്നുമില്ല. അപ്പം അത് തെറ്റ് തിരുത്തിക്കൊണ്ട് എനിക്ക് തെറ്റ് തിരുത്തി അങ്ങനെയല്ല പ്രസന്നേച്ചല്ല അങ്ങനെയല്ല പ്രസന്നേ എന്ന് പറഞ്ഞ് എന്നെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി ഞാൻ പറയുകയാണ്. അവർക്ക് മനസ്സുണ്ടാണെന്നാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട നെല്ലിക്കമ്പ വോട്ടർമാരോട്. കേട്ടോ, വോട്ടർമാരോടാണ് പ്രസന്നേച്ചി പറഞ്ഞത്. വിജയ എന്താ ചോദിക്കാനല്ലേ? ഇത് ചേച്ചി പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. ചേച്ചി ഇപ്പം പറഞ്ഞു തെറ്റ് തിരുത്തി, അത് നമ്മൾ എന്നെ തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അതായത് ആരും ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും അങ്ങനെ തെറ്റിനെ എല്ലാം ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് മസിൽ പിടിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ചേച്ചി വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ട് പോകുന്നത്. എന്നാൽ വളരെ സീരിയസ് ആയൊരു കാര്യമാണ് പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ പറയണം, അത് തിരുത്താൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നത് വലിയൊരു കാണാം. അതുകൊണ്ട് അതൊക്കെ കഴിയും. അതിനടുത്ത് ചോദ്യത്തിലേക്ക് പോകാൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? 100%. അവരെല്ലാവരും ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഏട്ടൻ വരലുണ്ട്. ഏട്ടൻ അമ്പലത്തിൽ എല്ലാ ദിവസവും രാവിലെ പോകുന്നൊരു വ്യക്തിയാണ്, മൂലത്തുങ്ങ അമ്പലത്തിൽ. എന്നാലും 10 മണിയാകുമ്പോൾ വരുമ്പം എന്നാലും പറ്റുന്ന പോലെ എന്നോട് സഹകരിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ടാണ്. പിന്നെ ഒരു മോനുള്ളത് പുറത്താണുള്ളത്, വീടിൻ്റെ പണിയൊക്കെ എടുക്കുന്നുണ്ട്, അവനിവിടെ ഇല്ല. പിന്നെ മൂത്ത മോൻ എൻ്റെ കൂടെ തന്നെയുണ്ട്, തൊട്ടടുത്ത് താമസിക്കുന്നെങ്കിൽ അവൻ എല്ലാത്തിനും സപ്പോർട്ടുണ്ട് എൻ്റെ കൂടെ. കുടുംബം അതായത് പിന്നെ എൻ്റെ മരുമോളുടെ കാര്യം പറയണ എൻ്റെ മരുമോളാണ്. എനിക്ക് എൻ്റെ പ്രായമായ ഒരു അമ്മയുണ്ട്. എനിക്ക് പിന്നെ 81 വയസ്സായി. എൻ്റെ അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന എൻ്റെ മരുമോളെന്നല്ല, എൻ്റെ മോള് തന്നെ, എൻ്റെ സ്വന്തം മോള് തന്നെ നോക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് മൂത്ത മോൻ്റെ പിന്നെ മോളും ഉണ്ട്. അവരാണെങ്കിലും വന്ന് ഞാനിങ്ങനെ പോരുമല്ലോ, ഞാൻ ആരുമ്പോൾ ഇറങ്ങിയ സന്ധിക്കാൻ ഞാൻ വീട്ടിൽ കയറി ചെല്ലുള്ളൂ. 8 മണിയാകുമ്പോൾ ഇറങ്ങും, കാട്ടുവഴി ചെയ്യുമ്പോൾ സന്ധിക്കാണ് വീട്ടിൽ ചെന്ന് കയറുന്നത്. അവർ രാവിലത്തെ അത്യാവശ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ പോരുള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ മൂന്ന് കുഞ്ഞു മക്കളെ ഇട്ടിട്ടാണ് എൻ്റെ മോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത്ര നല്ല ഭംഗിയായിട്ട് എൻ്റെ മോളുള്ളതുകൊണ്ട് എൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവാണെങ്കിലും അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഇരിക്കുന്നെങ്കിലും അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ എല്ലാവരും അരക്കും തൊട്ടടുത്ത് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും വീട്ടിൽ വരും. ഞങ്ങളൊരു കുടുംബം പോലെ ആകുള്ളൊരു മുഴുവൻ പേരും. അടിപൊളി, ഗംഭീരം, ഒന്നും പറയാനില്ല. അതായത് തെരഞ്ഞെടുപ്പ് ഞങ്ങള് ഇങ്ങനെ അന്വേഷിച്ച് വന്ന് കണ്ടു. ഇപ്പം യാദൃശികമായിട്ട് കാണുന്നതാണ്. സാധാരണ പ്രചരണമൊക്കെ വിട്ടിട്ട് നാട് ശുചീകരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അത് തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങേയറ്റം, അതായത് വിരലെണ്ണാവുന്ന ദിവസത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പ്രസന്നേജി, സത്യം പറഞ്ഞാൽ ഈ ദാസന വിജയൻ എപ്പിസോഡുകൾ ഇപ്പോൾ ഏകദേശം ഒരു 25 എപ്പിസോഡുകൾ കഴിഞ്ഞു. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരക്കുകളൊന്നും ഇല്ലാതെ നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നൊരു സ്ഥാനാർത്ഥിനെ കിട്ടിയത്. അത് വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു ദാസനും വിജയനും നല്ലൊരു അനുഭവം തന്നെയായി ഇത് മാറിയിട്ടുണ്ട്. എനിക്ക് സന്തോഷം. ഞാനിത് പ്രതീക്ഷിച്ചു പോലുമില്ല. കാരണം ഞാൻ എൻ്റെ ജോലിയുടെ ഇടയ്ക്കാണ് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല. നിങ്ങൾ വരുന്നത് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് അറിയത്തുമില്ലായിരുന്നു. എന്തായാലും എനിക്കും സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയുണ്ട് അവരുടെ ഈ സ്വീകരണം? അല്ലേ, വോട്ട് ചോദിച്ച് ടീമായിട്ട് പോകുമ്പോല്ല, നമ്മൾ ഈ ഹരിത കർമ്മസേനയായിട്ട് കഴിഞ്ഞ മാസമാണല്ലോ തീരുമാനിച്ച. കഴിഞ്ഞ മാസമാണ് തീരുമാനിച്ചതിന് ശേഷം ഞാൻ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നവലുണ്ട് കേട്ടോ, ഞാനിങ്ങനെ എന്നെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്, അപ്പൊ നിങ്ങളുടെ ഒരു വോട്ട് കൈപ്പത്തിയാണ് എൻ്റെ ചിഹ്നം, തരില്ലെന്ന് ചോദിച്ചും പറഞ്ഞു. അത് ചേച്ചി എന്നാ പറയാനിരിക്കുന്നത്, ചേച്ചിക്കല്ലേ പിന്നെ ആർക്കാ ഞങ്ങൾ വോട്ട് തരണ്ടേ? അങ്ങനെ ഒരു മനോഭാവമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ഞങ്ങൾ വോട്ടിന് വേണ്ടി ചെന്നതാണ്. അപ്പോൾ ഒരു കൊച്ച് അതിൻ്റെ എൻ്റെ ഫോണിലുണ്ട്, കൊച്ചപ്പാടെ കയ്യെ പിടിച്ച് വലിച്ച് എന്നെ കൊണ്ടുപോകും. ഞാനൊക്കെ എന്തിനാ വിളിക്കും. അപ്പോൾ കൊച്ച് പ്ലാസ്റ്റിക് എടുത്ത് തരാമെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ എൻ്റെ ഒരു ബാനർ ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചെന്നെ കൊണ്ടെടുത്ത് കാണിക്കുക, ചേച്ചി ഇതാന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുക. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ആയിട്ടും എല്ലാവരുമായിട്ടും പോകുന്ന വഴിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മക്കൾ വണ്ടിക്കകത്തിരുന്നോണ്ട് എനിക്ക് മക്കളെ ചിലപ്പോൾ തിരികല പ്രസന്നേച്ചേന്ന് പറഞ്ഞ് വിളിക്കുക, വണ്ടിയിലിരുന്നൊരു കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുക. അതുപോലെ വീട്ടുകാരാണെങ്കിലും ഞാൻ പറയില്ല, ഒരു ദിവസം ചെല്ലാൻ താമസിച്ചാൽ പോലും വിളിക്കുന്ന അത്ര നല്ലതാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ വീടുകളിൽ ചെല്ലുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ പറയും, ചേച്ചി ഇതിനെ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങനെ വീടുകളിൽ പര്യടനത്തിന് പോയിട്ടുണ്ടല്ലോ,
അന്നേരം പരിചയപ്പെടുത്തുമ്പോൾ അവർ പറയും പ്രസന്നേച്ചിന് തന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഞങ്ങളുടെ പ്രസന്നേച്ചിയാന്ന് പറഞ്ഞാൽ അവരോട് അങ്ങോട്ട് പറയുവാണ്. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ സ്വന്തം അല്ലേന്ന് അവർ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒത്തിരി എന്നെ അത്ര അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അതാണ് വോട്ടർമാർ. വീണ്ടും ഞാൻ പറയാണ്, പാർട്ടിയുടെ തീരുമാനം തെറ്റായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സത്യസന്ധമായിട്ട് പറയുന്നതാണ്. പാർട്ടിയുടെ തീരുമാനം ഒരിക്കലും തെറ്റിയിട്ടില്ല. അതായത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വികാരം അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് വേണ്ടത്. ജനങ്ങൾ വേഗം തിരിച്ചറിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് വേണ്ടത്. ജനങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുന്നുണ്ട്. ഇപ്പം ചേച്ചിയോട് ആരുടെ അടുത്തും പരിചയപ്പെടുന്നതിൻ്റെ ആവശ്യമില്ല. ആ കൊച്ചുകുട്ടിയുടെ കഥ ഇപ്പം പറഞ്ഞില്ലേ, കൊച്ചുകുട്ടി പോലും ചേച്ചിയെ തിരിച്ചറിയുമ്പം പിന്നെ ആർക്കും പാർട്ടിയുടെ പണികൾ കഴിഞ്ഞു. അവർക്ക് അതാണ് ചേച്ചിയെ വീണ്ടും ഹരിതകർമ്മസേനയുടെ ജോലിക്ക് പൊയ്ക്കൊള്ളാൻ അവർ സമ്മതിച്ചിരിക്കുന്നത്. അതാണ്. അപ്പോൾ നല്ല അനുഭവങ്ങളൊക്കെയാണല്ലേ. അപ്പോൾ വിജയ, അപ്പോൾ പെട്ടെന്നുള്ള ഒരു സമയത്താണ് നമ്മളെ പ്രസന്നേച്ചിയെ കണ്ടുമുട്ടുന്നത്. സ്ഥാനാർത്ഥിയായിട്ട് നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് ദാസനും വിജയനും. പക്ഷേ അതൊരു വ്യത്യസ്തമായിട്ടൊരു അനുഭവമായി നമുക്ക് തന്നെ മാറി. പ്രസന്നേച്ചി, നമ്മുടെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? ഒരു വോട്ടൊക്കെ അങ്ങോട്ട് ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഓരോ ദിവസവും ഞാൻ നിങ്ങളുടെ വീടുകൾ വരുമ്പോൾ തരുന്ന എനിക്ക് അംഗീകാരം, ആ സ്നേഹം, അത് എല്ലാവരും സ്നേഹത്തോടൊരു വോട്ടായിട്ട് എനിക്ക് തരിക, എന്നെ വിജയിപ്പിക്കുക. അതോടൊപ്പം നമ്മുടെ UDF സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന നമ്മുടെ ബേബിച്ചേട്ടൻ ജില്ലയിലേക്ക് നിൽക്കുന്ന കൈപ്പത്തി അടയാളമാണ്, എൻ്റെ കൈപ്പത്തി അടയാളമാണ്. അതോടൊപ്പം എന്താ പറയുക, നമ്മുടെ ബ്ലോക്കിലേക്ക് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ ടോമി സാറാണ്. സാറിന് ഓട്ടോറിക്ഷ അടയാളത്തിൽ കൊടുത്ത് നെല്ലിക്കാമ്പൊഴി വാർഡിലാണ് ഒരു 3 പേരും. അപ്പം 3 പേരും കൂടെ ജയിച്ചു വന്നാൽ എന്താ, നമ്മുടെ നെല്ലിക്കാമ്പൊഴി വാർഡ് നല്ലൊരു വികസനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് 3 പേർക്ക് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങളെല്ലാവരുടെയും വിലയേറിയ വോട്ട് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ചോദിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എന്നെ മറക്കരുത്, കൂടെ ഉണ്ടാവണേ എല്ലാവരും. അതോടൊപ്പം ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും വിജയിച്ചു വരട്ടെ എന്നുള്ള ആശംസകളും അർപ്പിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ചുരുങ്ങിയ സമയം നമ്മുടെ ദാസനും വിജയനും കൂടെ ഈ ട്രൂ മീഡിയ കേരളയോടൊപ്പം, നമ്മുടെ സ്വന്തം ഡോളമയോടൊപ്പം, നമ്മുടെ 3 പേരോടൊപ്പം ഇത്രയും നേരം നമുക്ക് തന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയും ഇതേപോലെ ഹരിതകർമ്മ സേനയിൽ നല്ല ഒരു പ്രവൃത്തിയായി മുന്നോട്ട് പോകാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിൽ വിജയിച്ച് നമ്മൾ ഉളിക്കൽ പഞ്ചായത്തിന് നല്ല രീതിയിൽ നല്ലൊരു ഭരണസമിതിയിൽ ഒരു അംഗമായി തീരട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നതിന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ. അപ്പം എൻ്റെ നന്ദിയും ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുന്ന 3 പേർക്ക്. ഓക്കെ.